നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. മനുഷ്യമരണം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന പക്ഷി ഏത്? ബുൾബുൾ, കഴുകൻ, മൂങ്ങ, കാക്ക. മനുഷ്യൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ. സ്വന്തം വിസർജ്യം ഭക്ഷണമാക്കുന്ന ജീവി ഏത്? പാമ്പ്, മുയൽ, ഒട്ടകം, തവള. സ്വന്തം മലവിസർജ്യം ഭക്ഷണമാക്കുന്ന ജീവിയാണ് മുയൽ. ഏറ്റവും കുറവ് ഹൃദയമിടിപ്പുള്ള ജീവി ഏത്? തിമിംഗലം, നീരാളി, ചെമ്മീൻ, ഞണ്ട്. ഏറ്റവും കൂടുതൽ ഹൃദയമിടിപ്പുള്ള ജീവിയാണ് തിമിംഗലം. സ്വന്തം നിതംബത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത്? സീബ്ര, ഹിപ്പോപ്പൊട്ടാമസ്, കടലാമ, ജിറാഫ്. സ്വന്തം നിതംബത്തിലൂടെ ശ്വസിക്കുന്ന ജീവിയാണ് കടലാമ. ഏത് കടൽ ജീവിയാണ് ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്നത്? ഞണ്ട്, തിമിംഗലം, കടൽക്കുതിര, ചെമ്മീൻ. ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്ന കടൽ ജീവിയാണ് തിമിംഗലം. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രധാന പദാർത്ഥം ഏത്? ഇരുമ്പ്, ലോഹം, മരം, ആസിഡ്. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രധാന പദാർത്ഥമാണ് ലോഹം. സ്ത്രീകളുടെ ഗർഭപാത്രത്തിനോട് സാമ്യമുള്ള പഴം ഏത്? സീതപ്പഴം, മാതളനാരങ്ങ, റംബൂട്ടാൻ, ബട്ടർ ഫ്രൂട്ട്. ബട്ടർ ഫ്രൂട്ടാണ് ശരിയായ ഉത്തരം. ഏറ്റവും വിശ്വസ്തരായ മനുഷ്യർ താമസിക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്നത്? ക്രൊയേഷ്യ, ഡെൻമാർക്ക്, ജപ്പാൻ, ഇന്ത്യ. ഡെൻമാർക്കാണെന്ന് പറയപ്പെടുന്നു. ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ട സ്ഥലം? പർവ്വതം, മണ്ണ്, കടൽ, ആകാശം. ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ട സ്ഥലം കടലാണ്. ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കുന്നതാണ് ഉത്തമം? 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് ഉത്തമം. ചർമ്മത്തിൽ ചുളിവുകൾ വരുത്തുന്ന ഭക്ഷണം ഏത്? കയ്പ്, പുളി, ഉപ്പ്, പഞ്ചസാര. മനുഷ്യൻ്റെ ചർമ്മത്തിൽ ചുളിവുകൾ വരുത്തുന്ന ഭക്ഷണമാണ് ഉപ്പ്. കൊഴുപ്പ് കൂടുതലുള്ള മാംസ്യം ഏത്? കോഴി, പോത്ത്, ബീഫ്, പന്നി. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കോഴി. രക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യപ്പെടുന്ന അവയവം ഏത്? കരൾ, ശ്വാസകോശം, ഹൃദയം, വൃക്ക. രക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യപ്പെടുന്ന അവയവം ഹൃദയമാണ്. ഷഡ്പദങ്ങളുടെ രക്തത്തിൻ്റെ നിറം എന്ത്? നിറമില്ല, ചുവപ്പ്, സിൽവർ, ഗോൾഡൻ. ഷഡ്പദങ്ങളുടെ രക്തത്തിന് സാധാരണയായി നിറം കാണില്ല. ഏത് മൃഗത്തിൻ്റെ പാലാണ് തൈരുണ്ടാക്കാൻ കഴിയാത്തത്? ആട്, ഒട്ടകം, കഴുത, പശു. തൈര് ഉണ്ടാക്കാൻ കഴിയാത്ത മൃഗത്തിൻ്റെ പാലാണ് ഒട്ടകത്തിൻ്റെ പാൽ. പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏത്? തത്ത, കുയിൽ, കാക്ക, കോഴി. പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി തത്തയാണ്. പച്ചമുട്ട കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്ത്? പൊണ്ണത്തടി, മുടി നരയ്ക്കും, അസിഡിറ്റി, താരൻ. പച്ചമുട്ട കഴിക്കുന്നതിലൂടെ മുടി നരയ്ക്കാൻ കാരണമാകുന്നു. വായ തുറന്ന് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏത്? അപസ്മാരം, മുണ്ടിനീര്, പൊണ്ണത്തടി, മൈഗ്രെയിൻ.
വായ തുറന്നുകൊണ്ട് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗമാണ് മൈഗ്രെയിൻ. കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവേത്? പരുത്തി, വെള്ളി, ചെമ്പ്, സ്വർണം. കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള പെയിൻറ്റിൻ്റെ നിറം എന്ത്? പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള. ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള പെയിൻറ്റ് നിറം വെള്ളയാണ്. അൽബേനിയയുടെ ദേശീയ വൃക്ഷം ഏത്? ഒലീവ്, മഹാഗണി, ഓക്ക്, പൈൻ. അൽബേനിയയുടെ ദേശീയ വൃക്ഷമായി അവർ കണക്കാക്കുന്നത് ഒലീവാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1918, 1920, 1923, 1925. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920 മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന മഹാൻ ആര്? ടിപ്പു സുൽത്താൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ദാദാഭായ് നവറോജി, ലാൽ ബഹദൂർ ശാസ്ത്രി. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന മഹാനാണ് ടിപ്പു സുൽത്താൻ. ഇന്ത്യയിലെ കത്തീഡ്രൽ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഭുവനേശ്വർ, കട്ടക്ക്, ഗോവ, ജനീവ. ഇന്ത്യയിലെ കത്തീഡ്രൽ നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വരാണ്. ഒറീസയിലെ ക്ലാസിക് നൃത്തരൂപം ഏത്? ഒഡീസി, കുമാവോൺ, കഥക്, ബിദസിയ. ഒറീസയിലെ ക്ലാസിക് നൃത്തരൂപമാണ് ഒഡീസി. ഗോവയിലെ മുഖ്യ വ്യവസായം എന്ത്? വിനോദസഞ്ചാരം, സിമന്റ് നിർമ്മാണം, മത്സ്യബന്ധനം, തുണി വ്യവസായം. ഗോവയിലെ മുഖ്യ വ്യവസായമാണ് വിനോദസഞ്ചാരം. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിക്കിം, ആസാം, മണിപ്പൂർ, രാജസ്ഥാൻ. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ബുദ്ധൻ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏത്? ഗയ, ലങ്ക, വാരണാസി, പാടലീപുത്രം. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ഗയ. മഹാവീരൻ സമാധി അടഞ്ഞ സ്ഥലം ഏത്? ശിവഗിരി, പവപുരി, നീലഗിരി, നസാം. മഹാവീരൻ സമാധി അടഞ്ഞ സ്ഥലമാണ് പവപുരി. ത്രിവേണി സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന കന്യാകുമാരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. പഞ്ചാബിൻ്റെ തലസ്ഥാനം ഏത്? ഭുവനേശ്വർ, കോഹിമ, ചണ്ഡീഗഡ്, ഡെറാഡൂൺ. പഞ്ചാബിൻ്റെ തലസ്ഥാനമാണ് ഭുവനേശ്വർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിതയാര്? സോണിയാഗാന്ധി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിതയായിരുന്നു സരോജിനി നായിഡു. ബെറിബെറി ഉണ്ടാവുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? എ, ബി, സി, വിറ്റാമിൻ ഇ. ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ്. രാസ്നാദി ചൂർണത്തിൽ പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ചിറ്റരത്ത, കരിംകുറിഞ്ഞി, വയമ്പ്, തിപ്പലി. ചിറ്റരത്തയാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? തിരുവനന്തപുരം, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം. കേരളത്തിലെ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്.
ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എവിടെ? ജാർഖണ്ഡ്, താരാപൂർ, ഭോപ്പാൽ, ഗോധ്ര. ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നുമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്, ഇടുക്കി, വയനാട്, വിശാഖപട്ടണം. എവിടെയാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. മതിലുകൾ എന്ന സിനിമയിലെ കഥാനായകൻ്റെ വേഷം അഭിനയിച്ച നടൻ ആര്? മമ്മൂട്ടി, ജയറാം, മധു, മുകേഷ്. മതിലുകൾ എന്ന സിനിമയിലെ കഥാനായകൻ മമ്മൂട്ടിയായിരുന്നു. ചലനം മൂലം ഉളവാക്കുന്ന ഊർജം ഏത്? യാന്ത്രികോർജം, ഗതികോർജം, ചലനോർജം, സ്ഥിതികോർജം. ചലനം മൂലം ഉളവാകുന്ന ഊർജമാണ് ഗതികോർജം. ഇന്ത്യയുടെ പ്രാമാണിക സമയം ഏത് പട്ടണത്തിലെ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഹമ്മദാബാദ്, അലഹബാദ്, ശ്രീനഗർ, കന്യാകുമാരി. അഹമ്മദാബാദിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത്? കാൽസ്യം ഫ്ലൂറൈഡ്, കാൽസ്യം ഫോസ്ഫേറ്റ്, ഫ്ലൂറിൻ, കാർബോഹൈഡ്രേറ്റ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗത്തിനു പറയുന്ന പേരെന്ത്? ഇലിയം, വില്ലസ്, കോളൻ, സെല്ലുലോസ്. വില്ലസ് എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ഫെഡറേഷൻ സ്ഥാപിതമായ വർഷം ഏത്? 1934, 1935, 1936, 1940. ബാഡ്മിൻ്റൺ ഫെഡറേഷൻ സ്ഥാപിതമായത് 1934 ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടി ആര്? ശാരദ, മീന, സുകുമാരി, ശോഭന. ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടിയായിരുന്നു ശാരദ. പഞ്ചസാര ഉൽപ്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തു ഏത്? കരിമ്പ്, ചോളം, റാഗി ഇവയൊന്നുമല്ല. പഞ്ചസാര ഉൽപ്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തു കരിമ്പ് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണ്? പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, ചെരുപ്പ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളാണ്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോപ്പാൽ, ന്യൂഡൽഹി, കൊൽക്കത്ത, പൂനെ. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ആദ്യ സങ്കരയിനം തെങ്ങിൻതോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? നീലേശ്വരം, മഞ്ചേശ്വരം, മടിക്കൈ, പനത്തടി. നീലേശ്വരത്താണ്. ലോകബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഷിംഗ്ടൺ, മുംബൈ, ന്യൂയോർക്ക്, ഡെറാഡൂൺ. എവിടെയാണ് ലോകബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ലോകബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടണിലാണ്. ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ടി പ്രകാശം, പി ശിവശങ്കർ, ഡി രാജേശ്വർ, ഓം പ്രകാശ് വർമ്മ. ടി പ്രകാശമാണ് ശരിയായ ഉത്തരം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. സ്പെഷ്യൽ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഭാരതീയൻ ആര്? സത്യജിത് റേ, അബ്ദുൽ കലാം ആസാദ്, ബി നാരായണൻ, വി ഗിരി. സത്യജിത് റേ ആയിരുന്നു.
കറിയുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്, സിക്കിം, ഹരിയാന, ത്രിപുര. കറിയുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. മുടിയിലും ത്വക്കിലും നിറമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര്? ആൽബിനിസം, നിക്കോമിയ, അനാമിലിൻ. ഇവയൊന്നുമല്ല. ആൽബിനിസം എന്നാണ് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമേത്? മുണ്ടിനീര്, ഗോയിറ്റർ, കണ, സ്കർവി. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഏത്? മുണ്ടിനീരാണ് ശരിയായ ഉത്തരം. ചതുപ്പ് രോഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? മലേറിയ, ടെറ്റനസ്, എലിപ്പനി, പ്ലേഗ്. ചതുപ്പ് രോഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗമാണ് മലേറിയ. നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തു ഏത്? പെട്രോളിയം, ഈന്തപ്പഴം, തുണിത്തരങ്ങൾ, സ്വർണം. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. എൻസഫാലിറ്റിസ് രോഗം പിടിപെടുന്ന അവയവം ഏത്? തലച്ചോറ്, കരൾ, ശ്വാസകോശം, വൃക്ക. എൻസഫാലിറ്റിസ് രോഗം പിടിപെടുന്ന അവയവമാണ് മനുഷ്യൻ്റെ തലച്ചോറ്. ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കാനുള്ള ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ്? 36 വയസ്സ്, 65 വയസ്സ്, 45 വയസ്സ്, 60 വയസ്സ്. 65 വയസ്സുവരെയാണ്. സ്വർണ്ണ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രം ഏത്? സൗത്ത് ആഫ്രിക്ക, സാംബിയ, മലേഷ്യ, റഷ്യ. സ്വർണ്ണ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രം ഏത്? സൗത്ത് ആഫ്രിക്ക, സാംബിയ, മലേഷ്യ, റഷ്യ. സൗത്ത് ആഫ്രിക്കയാണ് ശരിയായ ഉത്തരം. വേദശബ്ദരത്നാകരം എന്ന പുസ്തകം രചിച്ചത് ആര്? ഡോക്ടർ ഡി ബാബു പോളാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ലോകസഭാ സ്പീക്കർ, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രസിഡന്റ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആര്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ പൊക്രാനിൽ നടത്തിയ അണുവിസ്ഫോടനത്തിൻ്റെ കോഡ് നെയിം എന്തായിരുന്നു? കൃഷ്ണൻ ചിരിക്കുന്നു, ബുദ്ധൻ കരയുന്നു, മഹാവീരൻ ചിരിക്കുന്നു, ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരത്തിന് സംഭവിക്കുന്ന മാറ്റം എന്ത്? കുറയും, കൂടും, തുല്യമായിരിക്കും, കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടുന്നു. മൈക്കൽ ക്രെറ്റൻ ഏത് നിലയിൽ പ്രശസ്തനായിരുന്നു? എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ടെലിവിഷൻ പ്രൊഡ്യൂസർ. ഇവയെല്ലാം. മൈക്കൽ ക്രെറ്റൻ ഏത് നിലയിൽ പ്രശസ്തനായിരുന്നു? ഇവ എല്ലാം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓസ്കാർ അവാർഡ് ലഭിച്ച നടി ആര്? കാതറിൻ, ജെസിക്ക, എലിസബത്ത് ടൈലർ, ഇൻഗ്രിഡ് ബർഗാമൻ. ഇൻഗ്രിഡ് ബർഗാമനാണ് ശരിയായ ഉത്തരം. പഞ്ചായത്തി രാജിൻ്റെ തിരുമുറ്റത്ത് എന്ന കൃതി രചിച്ചതാര്? ഇക്കണ്ട വാര്യർ, രാജു നാരായണസ്വാമി, കടമ്മനിട്ട രാമകൃഷ്ണൻ, പി.എൻ. പണിക്കർ. രാജു നാരായണസ്വാമി ആയിരുന്നു. ജോർജ് ബെർണാഡ് ഷാ ജനിച്ച രാജ്യം ഏത്? അയർലൻഡ്, ഹംഗറി, ഇംഗ്ലണ്ട്, ഹോളണ്ട്. ഏത് രാജ്യത്താണ് ജോർജ് ബെർണാഡ് ഷാ ജനിച്ചത്? ജോർജ് ബെർണാഡ് ഷാ ജനിച്ച രാജ്യം അയർലൻഡാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഏകീകരണത്തിൽ പട്ടേലിനെ സഹായിച്ച മലയാളി ആര്? കെ.പി.എസ്. മേനോൻ, മൂർക്കോത്ത് രാമുണ്ണി, വി.പി. മേനോൻ, ശങ്കരൻ നാരായണൻ. വി.പി. മേനോനായിരുന്നു.
ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 368. ഇന്ത്യയിലെ 27ാമത്തെ സംസ്ഥാനമായ ഉത്തരാഖണ്ഡ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ദേവഭൂമി, ദേവഗംഗ, കാമരൂപ്, ദേവപ്രകാശ്. ദേവഭൂമി എന്ന പേരിലായിരുന്നു. മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലമേത്? അഭയഘട്ട്, രാജ്ഘട്ട്, കിസാൻ ഘട്ട്, പവനപുരി. മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലം അഭയഘട്ടാണ്. ദക്ഷിണ ഭാരതത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമേത്? പാലക്കാട്, കുട്ടനാട്, തഞ്ചാവൂർ, വയനാട്. ദക്ഷിണ ഭാരതത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തഞ്ചാവൂർ. മേട്ടൂർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കബനി, വൈഗ, കാവേരി, കൃഷ്ണ. മേട്ടൂർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയിലാണ്. രമണൻ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ONV കുറുപ്പ്, വയലാർ, ചങ്ങമ്പുഴ, വള്ളത്തോൾ. രമണൻ എന്ന കൃതിയുടെ രചയിതാവായിരുന്നു ചങ്ങമ്പുഴ. നാഷണൽ ഹൈവേകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, കേരളം, മഹാരാഷ്ട്ര, ആസാം. നാഷണൽ ഹൈവേകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത്? ഗ്ലിസറിൻ, രസം, മണ്ണെണ്ണ, പെട്രോൾ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് രസം. ചുർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ, പെരിയാർ, ചാലിയാർ, പമ്പ. ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏത്? ഹൃദയം, കരൾ, വൃക്ക, ആമാശയം. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവമാണ് ഹൃദയം. വിമാനത്തിലെ കോക്പിറ്റിൽ വയ്ക്കുന്ന ആയുധം ഏത്? തോക്ക്, മഴു, കത്തി, വാൾ. വിമാനത്തിലെ കോക്പിറ്റിൽ വയ്ക്കുന്ന ആയുധമാണ് മഴു. വായിൽ അമർത്തി വച്ചാൽ ബാക്ടീരിയ കുറയുന്ന പച്ചക്കറി ഏത്? മത്തങ്ങ, കക്കരി, ക്യാരറ്റ്, തക്കാളി. വായിൽ അമർത്തി വച്ചാൽ ബാക്ടീരിയ കുറയുന്ന പച്ചക്കറിയാണ് കക്കരി. ഏത് ജീവിയെ ഉപയോഗിച്ചാണ് ഗ്രീസിൽ ബാൻഡേജ് ഉണ്ടാക്കുന്നത്? ചിലന്തി, ആമ, തേൾ, പാമ്പ്. ഏത് ജീവിയെ ഉപയോഗിച്ചാണ് ഗ്രീസിൽ ബാൻഡേജ് ഉണ്ടാക്കുന്നത്? ചിലന്തിയെ ഉപയോഗിച്ച്. ലോകത്തിലെ ഏറ്റവും പഴയ നാണയം ഏത്? റുപ്പി, ലിഡിയൻ, ഡോളർ, യുവാൻ. ലോകത്തിലെ ഏറ്റവും പഴയ നാണയമാണ് ലിഡിയൻ. ശീതളപാനീയം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത്? കണ്ണ്, തലച്ചോറ്, വൃക്ക, ഹൃദയം. ശീതളപാനീയം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്കയാണ്. തുടർച്ചയായി തൊടുന്നത് മൂലം രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? നഖം, ചെവി, വായ, മൂക്ക്. തുടർച്ചയായി തൊടുന്നത് മൂലം രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് മൂക്ക്. 99% ആൾക്കാർക്കും സൈക്കിൾ ഉപയോഗിക്കുവാനുള്ള രാജ്യമേത്? ഡെൻമാർക്ക്, ഫിലിപ്പൈൻസ്, നെതർലാൻഡ്, മൗറീഷ്യസ്. നെതർലാൻഡാണ് ശരിയായ ഉത്തരം. 5 ലക്ഷത്തിൻ്റെ ഒറ്റ നോട്ടുള്ള രാജ്യം ഏത്? ജപ്പാൻ, ഉഗാണ്ട, വിയറ്റ്നാം, സ്വീഡൻ. 5 ലക്ഷത്തിൻ്റെ ഒറ്റ നോട്ടുള്ള രാജ്യമാണ് വിയറ്റ്നാം.
വലിയ മുലകൾ കാണപ്പെടുന്ന സ്ത്രീകൾക്കുള്ള പ്രത്യേകത എന്ത്? അഹങ്കാരം, അമിത വികാരം, ദേഷ്യം, സൗമ്യത. അങ്ങനെയുള്ള സ്ത്രീകൾക്കുള്ള പ്രത്യേകത അമിത വികാരമായിരിക്കും.